ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് കറിയാണ്. ഇത് എൻ്റെ ഫ്രണ്ട് ജിംസി എനിക്ക് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. താങ്ക് യു ജിംസി മോളെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബീഫ് കറി ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിന് ഞാൻ 2 മീഡിയം സവാള, 7 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ചെറിയ കഷ്ണം പട്ട, ഒരു 5-6 ഏലക്ക, 3-4 ഗ്രാമ്പു. ഇതെല്ലാം കൂടെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാല സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണവും മാറി മൂത്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും, 1 ടീസ്പൂണ് എരിയുള്ള മുളകും, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് ആ പൊടികളുടെ എല്ലാ മസാലയുടെയും പച്ചക്കുത്ത് മാറുന്നത് വരെ സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കുക, ഞാനിവിടെ ഒഴിക്കുന്നില്ല. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കി എടുക്കണം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കഴിയുന്ന ബീഫ് ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മസാല എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 7-8 വിസിൽ വേവിച്ചെടുക്കുക. ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും. അപ്പം ഫ്രഷ് ബീഫിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ 7 വിസിലിന് ശേഷം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.